ഇയാൾ എന്താ ചെയ്യണേന്നറിയോ? എല്ലാ പിതാക്കന്മാർക്കും പ്രൊക്കുറേറ്റേഴ്സിനും ഈ പണിയുടെ ഒരു അംശം അങ്ങ് കൊടുക്കും. മനസ്സിലായോ? പിന്നെ അയാൾക്ക് ജീവിതത്തിൽ കോൺട്രാക്ട് പോത്തില്ല. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ശപിക്കുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവരുണ്ടാകാതിരിക്കട്ടെ. പ്രിയരെ, സിനഡിനകത്ത് മേജറിനെ നിയന്ത്രിക്കുന്ന ചില പാത്രിയർക്കീസുമാരുണ്ട്. സിനഡിന് പുറത്ത് വേറെ കുറെ അൽമായ പാത്രിയർക്കീസുമാരും നിലവിലുണ്ട്. ഈ നോക്കുകുത്തുകളെ കണ്ടിട്ടില്ലേ? ഈ കെട്ടിടങ്ങൾക്ക് മുന്നിലും കൃഷിയിടങ്ങളിലും എല്ലാം കണ്ണേറ് കിട്ടാതിരിക്കാൻ നാട്ടാറുള്ള നോക്കുകുത്തികൾ തന്നെ. അതിന്റെ ഉടമസ്ഥരാണ് അത് കൊണ്ടുവന്ന് വെക്കുന്നത്. എപ്പോൾ വെക്കണം, എവിടെ വെക്കണം, എത്ര നാൾ വെക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് അതിന്റെ ഉടമസ്ഥരാണ്. എല്ലായ്പ്പോഴും ഈ നോക്കുകുത്തികളാണ് മുന്നിൽ. അവരെയാണ് എല്ലാവരും നോക്കുന്നത്. പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നതും ഈ നോക്കുകുത്തികളാണ്. നിൽപ്പും മട്ടും കണ്ടാൽ ഈ നോക്കുകുത്തികളാണ് ഉടമസ്ഥർ എന്ന് തോന്നിപ്പോകും. എന്നാൽ കെട്ടിടങ്ങളുടെ പണി തീരുന്നത് വരെയുള്ളൂ അവർക്ക് ആയുസ് എന്ന് അവ അറിയുന്നില്ലല്ലോ. കെട്ടിടപ്പണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാടത്തെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഈ നോക്കുകുത്തികളെ വെട്ടിക്കൂട്ടി പള്ളകളയും. അൽമായ പാത്രിയർക്കീസുമാരുടെ അവസ്ഥ ഇതാണ്. ജോമോൻ ആരക്കുഴയും മത്തായി മുതിരേന്തിയും ജിമ്മി പുത്തരിക്കലും ലാലി തച്ചിലും അടക്കം സകലരും അൽമായ പാത്രിയർക്കീസുമാരായി അഴിഞ്ഞാടുകയാണ്. അങ്ങനെയല്ല, ഉറഞ്ഞു തുള്ളുകയാണ്. ലാലി തച്ചിലാവട്ടെ സീറോ മലബാർ ബിഷപ്പുമാർ കാവിൽ പുരയിടത്തിന്റെ നേതൃത്വത്തിൽ കമ്മീഷൻ അടിച്ച് ജീവിക്കുന്നവരാണെന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ആരോപണമല്ലത്. കാവിൽ പുരയിടം ക്വാറി മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നയാളാണെന്ന് നേരത്തെ ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ മൗണ്ട് മുഴുവൻ കമ്മീഷൻകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ് ഈ വനിതാ പാത്രിയർക്കീസിന്റെ പുതിയ വെളിപ്പെടുത്തൽ. കേട്ടു നോക്കാം. കാവൽപുരത്തിന്റെ പണി എന്താണെന്ന് നിങ്ങൾക്കറിയോ? തട്ടിൽ പിതാവ് തട്ടി നിങ്ങളെ സ്നേഹിച്ച് നിർത്തും. അതുകൊണ്ട് എൻ്റെ പൊന്നു ജിമ്മി മോനെ, നീ എടുത്തിട്ട് കളിക്കണ കളി ഭയങ്കര ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ലെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് നല്ല അറിവുണ്ട് കാവൽപുരയുടെ എന്തൊക്കെ കളികളാണ് അവിടെ കളിച്ചിട്ടുള്ളതെന്ന്. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ നല്ല ഇടവകയിലും അദ്ദേഹത്തിൻ്റെ രൂപതയിലും കിടന്നുള്ള കളി കൂടിയത് കൊണ്ടാണ് അവസാനം സഹിക്കാൻ വയ്യാതെ ഇങ്ങോട്ട് വിട്ടത്. ഇങ്ങോട്ട് വിട്ടപ്പോൾ അതിലും വലിയ കളി കാവൽപുരയിടത്തിനും അറിയാം, എനിക്കും അറിയാം. മനസ്സിലായോ? അതുകൊണ്ട് പുള്ളി പറഞ്ഞു, അയ്യോ ലാലി ചേച്ചി ഞാനൊരു പാവ വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞ പാവമാണ്, മര്യാദക്കാണ് മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ലോകം ഊറിയിട്ടായിരിക്കും വിടാൻ പോണേ, ബിഷപ്പാക്കി ആയിരിക്കില്ല വിടാൻ പോണേന്ന്. മനസ്സിലായോ? കാവൽപുരയിടം ചെയ്യണം എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പച്ച മലയാളത്തിൽ അറിയാം. അതുകൊണ്ട് ഈ പുത്തിരിക്കലിൻ്റെ ഈ വർത്താനം ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞിട്ടുള്ളത്, അതിനെ കൂട്ടുപിടിക്കാൻ ഒരു മുതിരേന്തി വക്കീലും. എന്നിട്ട് നിങ്ങളൊക്കെ അവിടെ ഭയങ്കര സൽക്കാരമാണ് അത്രേ. നിങ്ങളെക്കാളും വലിയ സൽക്കാരം കിട്ടിയിരുന്നവരാണ് ഞങ്ങളൊന്നും ഇപ്പം അങ്ങോട്ട് പോണേ ഇല്ല. കാര്യം എന്താണെന്നറിയോ? പോയിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ. എന്തുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്ന ഒരു കോൺട്രാക്ടർ ആണ് ഈ സഭേനെ ഇത്രയും നശിപ്പിച്ചത്? ചക്യത്തും കൂടെ 15 കൊല്ലങ്ങൾക്ക് മുമ്പ്. കഥ കേൾക്കണേ, ഞാൻ പറഞ്ഞു തരാം. അതായത് മര്യാദയ്ക്ക് ഈ സഭയിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കാഞ്ഞിരപ്പള്ളിയിലെ കോൺട്രാക്ടർ, എനിക്ക് പേര് വേണമെങ്കിൽ പേരും കൂടെ പറഞ്ഞു തരാം. എനിക്ക് ഒരു പേടിയുമില്ല, കാരണം കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കെതിരെയുള്ള. അതുകൊണ്ട് എനിക്കറിയാം, എനിക്കെല്ലാം ഞാൻ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ, അല്ല വെറുതെ പറയുന്നതൊന്നുമല്ല. 2008-9 തൊട്ട് ഈ പുള്ളി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ചക്കത്ത് പിതാവിന് അന്ന് 5000 രൂപ 10000 രൂപ പോലും കിട്ടിയ അയ്യോ നന്ദി എന്ന് പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. കാരണം ഈ കാഞ്ഞിരപ്പള്ളി കോൺട്രാക്ടർ തന്നെയാണ് ഇന്നിപ്പോൾ മൗണ്ടിൻ്റെ ഉള്ളിലുള്ള പള്ളി പണിയണതും. അപ്പോൾ മനസ്സിലായില്ലേ ആരുടെ ഇൻഫ്ലുവൻസിലാണ്? കാവൽപുരയുടെ ഇൻഫ്ലുവൻസിൽ. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല. 4 കൊല്ലം മുമ്പ് ഞാൻ കണ്ട് കാവൽപുരയുടെ ഈ കോൺട്രാക്ടറോട് സംസാരിക്കണത് ജൂലൈ 3-ന്. അന്ന് ഞാൻ കുറിച്ചിട്ട് അപ്പോൾ ഇയാൾ ഇവിടെയും കയറി. ഇയാൾ എന്താ ചെയ്യണേന്നറിയോ? എല്ലാ പിതാക്കന്മാർക്കും പ്രൊക്കുറേറ്റേഴ്സിനും ഈ പണിയുടെ ഒരു അംശം അങ്ങ് കൊടുക്കും. മനസ്സിലായോ? പിന്നെ അയാൾക്ക് ജീവിതത്തിൽ കോൺട്രാക്ട് പോത്തില്ല. ഈ അൽമായ പാത്രിയർക്കീസുമാരെല്ലാം ഒന്നിടവിട്ട് മാറി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കഥകൾ മെനഞ്ഞു, അന്ത്യശാസ്ത്രങ്ങൾ നൽകി, വലിയ വെല്ലുവിളികൾ നടത്തി. വെല്ലുവിളിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഉത്തരം താങ്ങുന്ന പല്ലിയെ ആരും കോലുകൊണ്ട് കുത്താറില്ല. കാരണം അതിന്റെ വാല് മുറിയും. മുറിഞ്ഞ വാല് തറയിൽ കിടന്ന് പിടയ്ക്കുന്നത് കാണാൻ ആരും ഇഷ്ടപ്പെടാറുമില്ല. ഉത്തരം താങ്ങുന്ന പല്ലുകൾ എന്തു വേണമെങ്കിലും കരുതിക്കോട്ടെ, അത് അതിന്റെ പാട്ടിന് പോട്ടെ. ഇതാണ് അൽമായ മുന്നേറ്റത്തിന്റെ ഒരു ലൈൻ. എന്തായാലും ഈ അൽമായ പാത്രിയർക്കീസുമാരുടെ കിളി പോയ അവസ്ഥയിലാണ് കാര്യങ്ങൾ.
അതിലാർക്ക് തർക്കം ഉണ്ടാവും തോന്നണില്ല. ആനക്കുഴയുടെ സമനില തെറ്റിയ അവസ്ഥയിലാണ്. ഈ വീഡിയോകൾക്ക് അന്തവും കുന്തവും ഇല്ലാത്ത അവസ്ഥയെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഈ മുതിരേന്തി വക്കീൽ നിരാശയിലാണ്, ലാലി അമ്മായി കലിപ്പിലാണ്, ആകെ ജഗപുകയാണ് കാര്യങ്ങൾ. നിങ്ങൾ ആരും മിണ്ടരുത്, മിണ്ടിയാൽ ശാപം കിട്ടും. എന്നെക്കുറിച്ച് അനാവശ്യമായി ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ശപിക്കുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവരുണ്ടാകാതിരിക്കട്ടെ. എനിക്കിത്രേ പറയാനുള്ളൂ. ഇപ്പം പിടികിട്ടിയല്ലോ. ഇനി എൻ്റെ അടുത്ത് ഞെഞ്ഞ കുട്ടി വരരുത് കേട്ടോ മോനെ. ഇത് അവസാനത്തെ ആയിരിക്കട്ടെ. ദയവ് ചെയ്ത് ശപിക്കരുത്, ഞങ്ങൾക്ക് പേടിയാവും. നിങ്ങൾ പാത്രിയർക്കീസുമാരെ എന്തു വേണേ അയക്കോ. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ജനാഭിമുഖ കുർബാനയല്ലാതെ മറ്റൊന്നും ഇവിടെ നടപ്പാവില്ല. കാരണം അത് ഞങ്ങളുടെ അവകാശമാണ്. അതിനായി ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ടാണ്. നന്ദി.